നമ്മൾ ഈ ഒരു സേവാസങ്കല്പം ഇവിടെ പറഞ്ഞു, നമ്മുടെ ആത്മനിവേദനമാണ്, നമ്മുടെ സ്വയം കടമയാണ്, നമ്മൾ നമ്മോട് തന്നെ ചെയ്യുന്ന ഒരു കർത്തവ്യമാണ് സേവാപ്രവർത്തനം. എന്താണ് അതിന് കാരണം? അതിന് കാരണം നമ്മുടെ ജീവനശൈലിയാണ്, ഹിന്ദു ജീവനശൈലി. ഹിന്ദു ജീവനശൈലി, ഭാരതീയ ജീവനശൈലി, ഹിന്ദുയിസം എന്ന് പറയും, ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അതൊരു ജീവനശൈലിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അതേത് ജഡ്ജിയാണ് ഇവിടെ വെച്ച് പറഞ്ഞതാണെന്നുള്ളത്. ഞാനത് പത്രം അന്ന് കണ്ടിരുന്നു, പക്ഷെ അത് എടുത്തു വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഹിന്ദു ജീവനശൈലിയുടെ പ്രത്യേകത എന്താ? ഹിന്ദു ജീവനശൈലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര ചൈതന്യത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്നാണ് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ജീവിത വീക്ഷണം. അതാണ് ഈശ്വര ചൈതന്യത്തിൻ്റെ ആവിഷ്കാരമാണ് പ്രപഞ്ചത്തിലെ എല്ലാ, അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും മറ്റ് ജീവരാശികളായാലും എല്ലാത്തിലും ഈശ്വരനെ കാണും. തൂണിലും തുരുമ്പിലും ഈശ്വരനെ ഉണ്ടെന്നുള്ളത് എല്ലാ സാധാരണക്കാർക്കും അറിയാൻ പറ്റും. ഈ വീക്ഷണമുള്ള ഒരേ ഒരു ജനത ഭൂമുഖത്ത് ജീവിക്കുന്ന ഹിന്ദു ജനത തന്നെയാണ്. ബാക്കിയുള്ളിടത്തെല്ലാം ദൈവം ഒന്ന്, മനുഷ്യൻ മറ്റൊന്ന്, മറ്റ് പ്രകൃതിയിലുള്ള വേറൊന്ന്. അതുകൊണ്ട് എന്ത് പറ്റും? ചൂഷണം സംഭവിക്കുന്നു. എന്താ? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് അർഹതപ്പെട്ടവൻ്റെ അതിജീവൻ. പാമ്പ് തവളെ പിടിക്കുന്നു, തവള പാമ്പിൻ്റെ വായിലിരുന്ന് മുന്നിൽ കൂടി പോകുന്ന പ്രാണിയെ പിടിക്കാൻ നോക്കുന്നു. ശക്തിയുള്ളവൻ ദുർബലനെ കീഴടക്കാൻ നോക്കുന്നു. അതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെന്നാണ് പാശ്ചാത്യർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇറാനും അല്ലെ അമേരിക്കയും അല്ലെ ഉക്രൈനും റഷ്യയും അല്ലെ ഇസ്രായേലും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഭാരതത്തിൻ്റെ സന്ദേശം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന്. ഈ സന്ദേശം ലോകം അംഗീകരിക്കണമെങ്കിൽ ഭാരതം ബലവത്തായി തീരണം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ലോക സമസ്ത സുഖിനോ ഭവന്തു, അതായത് ഈശ്വരൻ്റെ അംശങ്ങളായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ ജീവജാലങ്ങൾക്കും സുഖം അനുഭവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുക മാത്രമല്ല, നമ്മൾ ഓണത്തിന് ഉറുമ്പിന് ആഹാരം കൊടുക്കുക വരെ ചെയ്യുന്നുണ്ട്. ഒരു വിളക്ക്, ഒരു തിരി കത്തിച്ച് വെച്ച് വീടിന് ചുറ്റും ചോറോ നെയ്യ് പുരട്ടി ചോറൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് ഓണത്തിന് ഉറുമ്പ് കൂട്ടുന്ന രീതി പോലെയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളത് ആദർശം മാത്രമല്ല, സാധാരണ ജനങ്ങളിലേക്കുള്ള. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവൻ തന്നെയാണ് മറ്റ് ജീവജാലങ്ങളിലും വ്യാപരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഒരു ചന്ദ്രൻ്റെ നിഴല് സമുദ്രത്തിൽ പതിക്കുന്നുണ്ടല്ലോ. പണ്ണാത്തിപ്പുഴയുടെ തീരത്ത് കണ്ണാടി നോക്കും നേരം എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രൻ്റെ പ്രതിബിംബം പണ്ണാത്തിപ്പുഴയെ പ്രതിഫലിക്കുന്നുണ്ട്. അത് പുഴയിൽ മാത്രമല്ല, അത് കുളത്തിലും കിണറ്റിലും ഒക്കെ പ്രതിഫലിക്കുന്നുണ്ട്. ഈശ്വരൻ്റെ ചൈതന്യം എല്ലാ ജീവികളിലും വ്യാപരിക്കുന്നു എന്ന ഒരേ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ജനതയ്ക്ക് സേവനത്തിന് പ്രത്യേകിച്ച് തത്വശാസ്ത്രമൊന്നും വേണം.